നിങ്ങളുടെ കുട്ടികളെ കുറിച്ച് എനിക്കാണോ അറിവ് കൂടുതൽ, നിങ്ങൾക്കായിരിക്കോ? ആർക്കായിരിക്കും? എനിക്കാണോ? അല്ല, ഒരിക്കലും അല്ല. ഒരു പ്രൊഫഷണലിന് എന്തൊക്കെ ഡിഗ്രിയും വാലും കുറിയും ഒക്കെ അവരുടെ പേരിന് മുമ്പിലോ പുറകിലോ ഉണ്ടെങ്കിൽ നമ്മളുടെ മക്കളെ കുറിച്ച്, എൻ്റെ മകനോ മകളെയോ കുറിച്ച് പൂർണ്ണമായിട്ടും അറിവുള്ളത് എപ്പോഴും വീട്ടുകാർക്ക് തന്നെയാണ്. എനിക്കുള്ള അറിവ് എന്തായിരിക്കും? അവരുടെ തലച്ചോറ് എങ്ങനെ വളരുന്നു, ദേഹം എങ്ങനെ, ശരീരം, നെർവസ് സിസ്റ്റം, അല്ലെങ്കിൽ തിയറീസ്, സ്ട്രാറ്റജീസ്, ടിപ്സ് ഒക്കെ നമ്മൾ ഡിഗ്രിയിൽ കൂടെ പഠിക്കാം. പക്ഷെ അത് എങ്ങനെയാണോ ഓരോ വീട്ടിലും നമ്മൾ ആ അറിവ് എത്തിക്കേണ്ടത്, അത് നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള അറിവില്ല എങ്കിൽ എൻ്റെ അറിവ് പൂർത്തിയല്ല. ഓക്കെ, സോ ഇന്ന് ഞാനിവിടെ മൂന്ന് വാക്കാണ് ഓർത്തിരിക്കണമെങ്കിൽ. 1 അറിവ്, 2 കഴിവ്, 3 സഹായം. ഈ 3 ആയിരിക്കും നമുക്ക് ജീവിതത്തിൽ എല്ലാവർക്കും വേണ്ടുന്നത്. സോ ഫസ്റ്റ് തിങ്, ഈ അറിവിനെ കുറിച്ച് എല്ലാ പേരൻസും ഗ്രാൻഡ് പേരൻസ് ഇരിക്കുന്നത് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കുള്ള അറിവ് തിരിച്ച് പ്രൊഫഷണൽസിലേക്കും സമൂഹത്തിലേക്കും എത്തണം. എന്നാലേ ഇൻക്ലൂഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, സോ ആ അറിവ് പ്രൊഫഷണൽസിനും ഇല്ല, സമൂഹത്തിനും ഇല്ല. അപ്പോൾ ആ അറിവ് ആർക്കാ കൊടുക്കാൻ പറ്റുന്നത്? കുട്ടികൾ ആരുടെ അടുത്താണോ? അപ്പോൾ എനിക്ക് അനിതയും പ്രീതയൊക്കെ സുഹൃത്തുക്കളായത് കാരണം, പക്ഷെ ആദ്യം ഞാൻ പ്രൊഫഷണൽസിലായിട്ടാണ് ഇവരെ പരിചയപ്പെടുന്നത്. പക്ഷെ അവർ എൻ്റെ മക്കളെയും കൂടെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ്. എൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ അറിയാൻ വയ്യ എങ്ങനെ. ഇപ്പം നേരത്തെ പുണ്യ പറഞ്ഞില്ലേ, നമ്മൾക്കും അറിവില്ലായ്മ കൊണ്ടായിരിക്കും അയ്യോ ഇത് എങ്ങനെ കളിക്കണം, അവർ കളിക്കുന്ന വ്യത്യാസമാണല്ലോ, അപ്പം ഞങ്ങൾ എന്ത് ചെയ്യണം? ആ കുഞ്ഞുങ്ങൾക്കും അറിവില്ല. സോ ഈ അറിവില്ലാത്തത് നമുക്ക് സ്പെഷ്യൽ കുട്ടികൾ ഉണ്ടോണ്ടല്ല നമുക്ക് അറിവില്ലാതെ, ആർക്കും അറിവില്ല. സോ വി ഹാവ് ടു ഷെയർ. അതാണ് ഞാൻ പഠിച്ച വിഷയം, ഈ കോ ക്രിയേഷൻ ഓഫ് നോളജ് എന്ന് പറയും. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അറിവ് പങ്കിട്ടാലേ ആ ബ്രിഡ്ജ് വിടുകയുള്ളൂ. അല്ലാതെ പ്രൊഫഷണൽസിന് എല്ലാ അറിവുണ്ട്, അയ്യോ നമ്മൾ അവരുടെ അറിവൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കണം. നോ, ഇറ്റ് ഹാസ് ടു ബി, ഇപ്പുറത്തുള്ള അറിവും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ഷെയർ ചെയ്തില്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആവുന്നില്ല. ദാറ്റ്സ് വൺ ടേക്ക് അവേ. സെക്കൻഡ് ഇസ്, പിന്നെ ഈ അറിവ് കിട്ടണമെങ്കിൽ എന്താണ്? ഒരൊറ്റൊരു വാക്കാണ് ഇത് 3നും വേണ്ടത്, അവസരങ്ങൾ തേടി കണ്ടെത്തണം. ഇതൊരു അവസരമാണ് അറിവ് കിട്ടാനായിട്ടുള്ളത്. സെയിം വേ കഴിവ്. നമ്മൾ പറയും എബിലിറ്റീസ്. വൈ എബിലിറ്റീസ്? നമ്മൾ എന്തിനാ ഈ എബിലിറ്റി ഇല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നുമില്ലേ? എൻ്റെ കുട്ടി മാത്സിന് തോറ്റുപോയി, എന്നിട്ട് അവർ റീടെസ്റ്റ് വെച്ചു, ഇപ്പോൾ 10ാം ക്ലാസ്സിലാണ്. അപ്പോൾ എൻ്റെ കുട്ടിക്ക് ആ എബിലിറ്റി അതാണോ അവനെ ഫുള്ളും ഡിഫൈൻ ചെയ്യണേ? സോ നമ്മൾ ഈ എബിലിറ്റീസിൻ്റെ പിന്നാലെ ഓടി നടക്കുമ്പോൾ നമ്മൾ ക്ഷീണിച്ചു പോകും, മക്കളും ക്ഷീണിച്ചു പോകും. അവരെന്താണെങ്കിലും സ്പെഷ്യൽ എവറി ചൈൽഡ് ഇല്ലേ? സോ നമ്മൾ ഈ എന്തെങ്കിലും കഴിവ് പിടിക്കാനുള്ള ഒരു ബദ്ധപ്പാടിൽ നമുക്ക് വേണ്ടുന്ന ബേസിക്, ഇപ്പോൾ അനിത പറഞ്ഞ പോലെ ബേസിക് സെൽഫ് ഹെൽപ്പ് സ്കിൽസ്, ടോയ്ലറ്റിൽ പോകാൻ പറ്റുക, ഒരു സ്ഥലത്ത് നമ്മൾ പറഞ്ഞാൽ ഇരിക്കാൻ പറ്റുക, ശ്രദ്ധിക്കാൻ പറ്റുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക, അതെല്ലാം എബിലിറ്റീസ് ആണ്. സോ അതും കൂടെ നമുക്ക് നോക്കിയാൽ നല്ലതായിരിക്കും. സോ കഴിവ്, അമ്മമാർക്കും കുറേ കഴിവുകളുണ്ട്, അതേപോലെ പ്രൊഫഷണൽസിനുള്ള കഴിവുകൾ വ്യത്യസ്ത കഴിവുകളാണ്. അപ്പം നമ്മൾ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് ഇൻക്ലൂഷൻ അല്ല. അപ്പം നമ്മൾ തെറപ്പിയിൽ പോവുകയാണെങ്കിലോ സ്കൂളിൽ പോവുകയാണെങ്കിലോ എവിടെ പോയാലും നിങ്ങൾക്ക് വീട്ടിൽ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടിൽ എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എനിക്കിത് അറിയില്ല, അത് നമ്മൾ ചോദിക്കണം. അല്ലാതെ അയ്യോ നമുക്കറിയില്ല, പ്രൊഫഷണൽസിനെ അറിയുള്ളൂ, ഞാൻ ചെയ്താൽ തെറ്റിപ്പോവും, ഞാൻ ചെയ്തിട്ട് ഇനി കുളമാക്കണ്ട, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ആരാണ് ഇവിടെ ഡിഗ്രി എടുത്തിട്ട് അമ്മമാരാവുന്നത്? ആണോ? നമുക്ക് ആർക്കെങ്കിലും ട്രെയിനിങ് ഉണ്ടായിരുന്നോ ഒരു അമ്മയോ അച്ഛനോ ആവാനായിട്ട്? നോബഡി. ഒരു ലൈസൻസും ഒരു പഠിത്തവും വേണ്ടാണ്ട് നമുക്കൊരു കുഞ്ഞിനെ കൈ കിട്ടുവാണ്, ആർക്കും അറിയില്ല. സോ വി ഓൾ ഹാവ് ടു ലേൺ ഇല്ലേ? പേരൻറ്റിംഗ് എന്ന് പറയുന്ന ഒരു സെറ്റ് മാനുവൽ ഒന്നും ആർക്കും തന്നിട്ടില്ല ഇല്ലേ? സോ പ്ലീസ് വാല്യൂ, നിങ്ങളുടെ അറിവിനെയും നിങ്ങളുടെ കഴിവിനെയും നമ്മൾ ആദ്യം വാല്യൂ ചെയ്യണം. നേരത്തെ ജബീർ പറഞ്ഞ പോലെ I am the number 1 motivational speaker. I am the best mother and this is the best family for my child. ആ പൂർണ്ണ വിശ്വാസത്തോടെ പോയാലേ പ്രൊഫഷണൽസിൻ്റെ അടുത്ത് നമുക്കും ഈക്വലായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ്? നമ്മൾ ഈക്വൽ ആണ്. അവിടെ പ്രൊഫഷണൽസ് ഇവിടെയും ഫാമിലിയും ഇവിടെയും ഇവർക്ക് അറിവ് അയ്യോ ഞങ്ങൾക്കൊന്നും അറിയില്ല, അങ്ങനെയല്ല. ഇറ്റ് ഈസ് ഈക്വൽ നോളജ് ആണ്. സോ അത് നമ്മൾക്ക് പൂർണ്ണമായ ബോധ്യം വേണം. നമുക്ക് ഇന്ന കാര്യങ്ങൾക്ക് നമുക്കറിയില്ല, അപ്പോൾ അത് നമ്മളും ഷെയർ ചെയ്യണം. ആ കഴിവ് നമ്മൾക്ക്
എല്ലാവർക്കും കിട്ടണം. മിക്കവാറും തെറപ്പീസിൽ വരുമ്പോൾ അയ്യോ എൻ്റെ കുട്ടി ഞാൻ പറഞ്ഞാൽ ഒന്നും കേൾക്കില്ല, അത് ചില പേരൻസ് വളരെ ക്രെഡിറ്റ് ആയിട്ടും പറയാറുണ്ട്, വിച്ച് ഇസ് വെരി ഡേഞ്ചറസ്. എനിക്ക് എൻ്റെ തെറപ്പി സെഷനിൽ വന്ന് എൻ്റെ അടുത്ത് വളരെ നന്നായിട്ട് നിങ്ങളുടെ മക്കൾ ചെയ്യുന്നതാണോ നല്ലത്, അതോ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ അതേ ട്രാൻസ്ലേഷൻ വീട്ടിലും അത് മാറുന്നത്, അതല്ലേ നമുക്ക് വേണ്ടുന്നത്. അല്ലാണ്ട് എൻ്റെ അടുത്ത് ഭയങ്കര ABCD അതെല്ലാം പഠിച്ചു, പക്ഷെ തിരിച്ച് വന്നിട്ട് വീട്ടിലൊന്നും ഇല്ലെങ്കിൽ വാട്ട് ഇസ് എ പോയിന്റ് ഇല്ലേ? സോ നമ്മൾ അത് നോക്കണം. തിരിച്ച് വീട്ടിൽ വരുമ്പം അത് വ്യത്യാസങ്ങൾ നമ്മൾ കാണുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഇല്ലെങ്കിൽ ഇത്രമാത്രം തെറപ്പിയും സ്പെഷ്യൽ സ്കൂളും കൊണ്ട് നമ്മളുടെ ലൈഫ് മാറണ്ടേ? അത് മാറുന്നുണ്ടോ എന്ന് നമ്മൾ മാറുന്നില്ല എങ്കിൽ ചോദിക്കണം, അത് ചോദിച്ചുകൊണ്ടേയിരിക്കണം. ലൈക്ക് കവിത സെഡ്, ആസ്ക് ക്വസ്റ്റ്യൻസ്, നെവർ 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 സ്റ്റോപ്പ് ആസ്കിങ് ക്വസ്റ്റ്യൻസ്. പ്രോഗ്രസ് ഇല്ലെങ്കിൽ ചോദിക്കണം. നമുക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ അയ്യോ എനിക്ക് മനസ്സിലാവില്ല, എനിക്ക് ഡിഗ്രി ഇല്ലല്ലോ, ഞാൻ സൈക്കോളജിസ്റ്റ് അല്ലല്ലോ, ഒന്നും ആവേണ്ട ആവശ്യമില്ല. നമുക്ക് വി ഹാവ് ടു ആസ്ക് ആൻഡ് വി ഹാവ് ടു ലേൺ. സോ ആ കഴിവ് കിട്ടാനായിട്ടും അവസരങ്ങൾ തേടണം. നെക്സ്റ്റ് ഇസ് കുറേ അറിവുണ്ട്, കുറേ കഴിവുണ്ട്, പക്ഷെ സഹായമില്ലാണ്ട് സപ്പോർട്ട് സിസ്റ്റം നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമാണ്. പക്ഷേ ഈ സപ്പോർട്ട് സിസ്റ്റമും നമ്മൾ തേടി പിടിക്കേണ്ടി വരും. പ്രൊഫഷണൽസ് ഒരു സപ്പോർട്ട് സിസ്റ്റമാണ്, ഫാമിലി ഒരു സപ്പോർട്ട് സിസ്റ്റമാണ്. പല വീടുകളിലും ഞാൻ മെൻ്റൽ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ദാമ്പത്യത്തിലും ബുദ്ധിമുട്ട് വരാറുണ്ട്, ഒരുപാട് മാരേജസിൽ സ്ട്രഗിൾ വരാറുണ്ട്. അപ്പോൾ മിക്കവാറും ഞാൻ ഇവിടെ കൂടുതലും അമ്മമാരെയാണ് ഞാൻ ഇപ്പോഴും കാണുന്നത്. മേ ബി ഐ എം നോട്ട് ബ്ലെയിമിങ് ദ ഫാദേഴ്സ്, അവർ ഇതിനെല്ലാം തെറപ്പിക്കും ഒക്കെ പൈസ കൊടുക്കണ്ടേ, അപ്പോൾ അതെല്ലാം ഉണ്ടാക്കാൻ ജോലിക്ക് പോകണ്ടേ. സോ ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ നിങ്ങളുടെ ദാമ്പത്യവും ഇമ്പോർട്ടൻ്റ് ആണ്, അമ്മമാരുടെ മെൻ്റൽ ഹെൽത്തും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കുട്ടിക്ക് സഹായം എന്ന് മാത്രം പോവാതെ ഞാൻ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക്, ഒരു അമ്മ എന്ന നിലയ്ക്ക് എനിക്കും സഹായം വേണം ഇല്ലേ? അതും നമ്മൾ ചോദിച്ച് വാങ്ങിച്ചേ പറ്റൂ. ആ സഹായം ഇല്ലെങ്കിൽ അതും ഐ സോ ഇവിടെ സൈക്കോളജിസ്റ്റ് ഉണ്ട്, അതും നമ്മൾ തേടണം. അല്ലാതെ അയ്യോ ദൈവം നമുക്ക് തന്നു നമ്മുടെ തലവിധി എന്ന് പറഞ്ഞ് നമുക്ക് സഹായം വേണം. നമുക്ക് ചിലപ്പോൾ ബ്രേക്ക് വേണ്ടി വരും. ചിലപ്പോൾ എനിക്ക് എൻ്റെ കുട്ടിയുടെ കൂടെ കളിക്കാൻ തോന്നില്ല, ഇറ്റ്സ് ഓക്കെ. നമ്മളൊരു ചീത്ത അമ്മയാവുന്നില്ല. ചിലപ്പോൾ നമ്മൾ ക്ഷീണിച്ച് തളർന്നു പോകും, ചിലപ്പോൾ നമ്മൾ അറിയാതെ അയ്യോന്ന് നമുക്ക് ദേഷ്യം വന്നു പോകും, ഇറ്റ്സ് ഓക്കെ. ഈ വികാരങ്ങളെല്ലാം നോർമലാണ്. നമ്മൾ ചീത്ത അമ്മമാർ നമ്മൾ മനുഷ്യന്മാരാണെന്ന് വിചാരിച്ചാൽ മതി. സോ പ്ലീസ് ഇതെല്ലാം പ്രൊഫഷണൽസുമായിട്ടും ഷെയർ ചെയ്യണം. സോ 3 things: അറിവിനുള്ള അവസരങ്ങൾ തേടിപ്പിടിക്കുക, ചോദിച്ചുകൊണ്ടേയിരിക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു കഴിവില്ല തോന്നുകയാണെങ്കിൽ ഇത് നമുക്ക് പറ്റുന്നില്ല, പ്ലീസ് ആസ്ക് വെറെവർ. 3 is സഹായം തേടുക. അത് കുട്ടിക്ക് ഫോക്കസ് ആയിട്ട് മാത്രമല്ല, നമ്മൾക്ക് ആസ് വിമൻ, ആസ് മദേഴ്സ്, ഐ തിങ്ക് വി ഓൾ നീഡ് ഹെൽപ്പ്. ആൻഡ് നമ്മൾ ചോദിച്ച് വാങ്ങിച്ചേ പറ്റൂ. ചിലപ്പോൾ നമ്മളെ തേടി വരില്ല. ആൻഡ് അനിത പറഞ്ഞ മെയിൻ പോയിന്റ്, അവസരങ്ങൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണേ? ഇറങ്ങിച്ചെല്ലണം. കടയിലേക്കാണെങ്കിലോ സിനിമാ ഹാളിലേക്കാണെങ്കിലോ എവിടേക്കാണെങ്കിലും, കല്യാണങ്ങൾക്കാണെങ്കിലോ ബർത്ത്ഡേ പാർട്ടീസ്, യു ഹാവ് ടു ബി പ്രസൻറ്റ്. അല്ലെങ്കിൽ എങ്ങനെയാണ് വി വോണ്ട് നമ്മളെ കാണണം, നമ്മളെ അംഗീകരിക്കണം. കാണാത്ത ആൾക്കാരെ എങ്ങനെയാണ് അംഗീകരിക്കുന്നത് സമൂഹം? സോ ഇറങ്ങിച്ചെല്ലണം, എല്ലായിടത്തേക്കും ഇറങ്ങിച്ചെന്നേ പറ്റൂ. ആധികാരികമായിട്ട് സ്പീക്ക് ചെയ്യണം. ഇപ്പം ഞങ്ങൾ അനിത സംസാരിച്ചു വന്ന പ്രീത എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ടുഗദർ വീക്കാണെന്ന് പറഞ്ഞതിൽ ഞങ്ങൾ കുറച്ച് അമ്മമാർ കൂടെ ചേർന്നതാണ്. അത് ബിക്കോസ് കൊച്ചിയിൽ തെറപ്പി സെൻറ്റേഴ്സിൽ അമ്മമാരെ ഉള്ളിൽ കയറ്റില്ലായിരുന്നു, അവരെ പുറത്തിരുത്തിയിരിക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു നിയമം തന്നെ. സോ ആ നിയമം മാറ്റിയെടുക്കാൻ വേണ്ടിയായിരുന്നു ഞങ്ങൾ 5 വർഷം കേസും വഴക്കും ഒക്കെ ആയിട്ട് ഞങ്ങൾ ആരും വക്കീലന്മാരല്ല. പ്രീത ഈസ് ആൻ അഡ്വക്കേറ്റ്. പ്രീതയുടെ സഹായവും വേറെ വക്കീൽമാരുടെ സഹായമൊക്കെ കൂടെ 5 വർഷം കൊണ്ട് നിയമം ഞങ്ങൾ ജയിച്ചെടുത്തു. അതിൽ എല്ലായിടത്തും സഹായം ചോദിച്ചു വന്നപ്പോൾ ഫ്രീ ആയിട്ടാണ് നമ്മൾക്ക് എല്ലാവരും സഹായിച്ചത്. ഈവൻ സുപ്രീം കോടതിയിലെ വക്കീലാണെങ്കിലും ഹൈക്കോടതിയിലെ ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസ ഒന്നും വാങ്ങിക്കാണ്ടാണ് ചെയ്തു തന്നെ. സോ വിച്ച് മീൻസ് എല്ലാ ഫീൽഡുകളിലും സഹായിക്കാൻ ആൾക്കാരുണ്ട്. പക്ഷെ വി ഹാഡ് ടു ആസ്ക്. ഒരാളുടെ അടുത്ത് ചോദിച്ചു, നടന്നില്ല, അടുത്ത ആളുടെ അടുത്ത് ചോദിച്ചു, അങ്ങനെ ഇറ്റ് ടുക്ക് us 5 years. അപ്പോൾ ആ പോരാട്ടം ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട്. സോ നമ്മൾ അറിയേണ്ടത് നമ്മളുടെ ഓരോരുത്തരിലും അനിത ചെയ്ത പോലെ ഇവർ ഓരോരുത്തരും ഇങ്ങനെ ഒരു സ്പീച്ച് ചെയ്യാൻ പറ്റണം. മേ ബി നെക്സ്റ്റ് ടൈം ഈ അമ്മമാരായിരിക്കണം ഇവിടെ നിന്ന് സംസാരിക്കാൻ. സോ ഹാവിങ് സെഡ് ദാറ്റ് 3 വാക്കുകൾ ഓർക്കുക: അറിവ്, കഴിവ്, സഹായത്തിന് അവസരം തേടുക. ഇടിച്ച് കയറി സമൂഹത്തിൽ നമ്മുടെ സമൂഹമാണ്. ആൻഡ് വൺ മോർ തിങ് ഇസ്, നമ്മൾ യൂഷ്വലി പറയും ഇവർ മാലാഖമാരാണ്. നമ്മളിത് ഐ ഹാവ് എ ലിറ്റിൽ പ്രോബ്ലം വിത്ത് ദാറ്റ്. മാലാഖമാരെന്ന് പറഞ്ഞ് വെച്ചാലും അയ്യോ ഇവരൊരു ശാപം. ഇത് രണ്ടും വേണ്ട. ഇവർ മനുഷ്യക്കുട്ടികളാണ്, നമ്മളുടെ ഭൂമിയിലാണ് ജീവിക്കുന്നത്. ആൻഡ് ദേ ഹാവ് റൈറ്റ്സ്.
ദേ നീഡ് റെസ്പെക്ട്. അപ്പം നമ്മൾ മാലാഖമാരെ വെച്ചാൽ നമ്മൾ അകലുവാണ്, നമ്മളൊക്കെ മനുഷ്യന്മാർ, നമ്മൾ ദൂരം കൂട്ടുമല്ലേ. സോ ദാറ്റ്സ് നോട്ട് കറക്റ്റ്. ദേ ഹാവ് റൈറ്റ്സ്, ലീഗൽ അവകാശങ്ങളുണ്ട്. എല്ലാം നമ്മളെപ്പോലെ തുല്യ അവകാശമുള്ള കുട്ടികളാണ്. അപ്പം നമ്മൾ ഈ മാലാഖയായിട്ട് വെച്ചാൽ പിന്നെ എങ്ങനെയാണ് അവകാശം കിട്ടുന്നത്? അല്ലെങ്കിൽ ശാപവുമല്ല. ഡോണ്ട് ഡു, ഐ മീൻ ഐ തിങ്ക് വി ഷുഡ് കം ബാക്ക് ആൻഡ് തിങ്ക് ഓഫ് ദം ആസ് ചിൽഡ്രൻ, ഹ്യൂമൻ ചിൽഡ്രൻ ഹു ഹാവ് ഹ്യൂമൻ റൈറ്റ്സ് ഇല്ലേ. സോ 2016 നിയമമുണ്ട്, കേരളത്തിലും നിയമങ്ങളുണ്ട്. അതും അറിഞ്ഞിരിക്കണം, ആ അറിവും നമുക്ക് വേണം. സോ അങ്ങനെ എന്തെങ്കിലും ഒരു അറിവ് എങ്ങനെയെങ്കിലും വേണമെങ്കിൽ ഞങ്ങൾക്ക് കൊച്ചിയിലാണെങ്കിലും യു ക്യാൻ ഇമെയിൽ അസ്. കവിതയ്ക്ക് അറിയാം, ബി ഇൻ ടച്ച് വിത്ത് അസ്. അവിടെ ഒരു അടിപൊളി അമ്മമാരുടെ കൂട്ടായ്മയുണ്ട്, യു ഓൾറെഡി ഹേർഡ് വൺ. സോ പ്ലീസ് റീച്ച് ഔട്ട്. സോ തൃശ്ശൂരും കൊച്ചിയും ഒരു ഒന്നിച്ച് വർക്ക് ചെയ്യാമെന്നാണ് ഇന്നത്തോടെ. ഐ എം ഹോപ്പിംഗ് വി വിൽ ഡു ദാറ്റ്. താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു സോ മച്ച് കവിത ഫോർ ഹാവിംഗ് us.